ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഓമയ്ക്ക തോരൻ. അപ്പം തുടങ്ങിയാലോ ഗൈസ്. അപ്പം നമ്മൾ ഓമയ്ക്ക എല്ലാം അരിഞ്ഞ് അപ്പം കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ മൊത്തത്തിൽ വേണ്ട, അരമുറി തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളകും, പിന്നെ ഒരു 3-4 കാന്താരിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഇത്രയും കൂടെ ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം. എണ്ണ ചൂടിയതിന് ശേഷം കടുക് പൊട്ടിക്കണം ഗൈസ്. കടുക് പൊട്ടിയ ശേഷം നമ്മൾ കൊത്തി അരിഞ്ഞ ഓമയ്ക്ക ഇടണം. ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഗൈസ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് തുറന്നിളക്കണം. ഇളക്കി വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ അരപ്പുണ്ടല്ലോ, ഇത് ചേർക്കണം. കൂട്ടത്തിൽ നമ്മൾ ജാറ് കഴുകിയ ശകലം വെള്ളം കൂടെ എടുക്കണം. ഇനി ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് നമുക്ക് ഈ അരപ്പൊന്ന് മൂടി വെച്ച് വേവിച്ചൊന്നും കൂടെ എടുക്കാം. ഇതിന് നാട്ടിൽ പറയും തത്തിപ്പൊത്തി വെക്കുകയാണ്. ഇനി നമ്മൾ അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിക്കാം ഗൈസ്. അപ്പോൾ അടപ്പ് തുറന്ന് ഇളക്കാൻ നമുക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അരപ്പരയ്ക്കുമ്പോൾ പച്ചമുളകിന് പകരം മുളക് പൊടിയും ചേർക്കാതെ, ഞാനിവിടെ പച്ചമുളകാണ് ചേർത്തത്. നിങ്ങളുടെ ചോയ്സാണ് എന്ത് വേണമെന്ന് ഗൈസ്. ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ചെറുപയർ വേവിച്ചത്, എനിക്കിവിടെ ഇഷ്ടമാണ്. നിങ്ങൾക്കില്ല എങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പം ശകലം മതിയെ, ഒരുപാട് വേണ്ട. ഇതും ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ചെറുപയർ ഈ സമയത്ത് തന്നെ ഉപ്പും ഉണ്ടോ നോക്കണേ ഗൈസ്. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് തോത്തി എടുക്കണം. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാം. ഒരാവി വേവുന്ന ഓമയ്ക്കത്തോര ടേസ്റ്റി ആയിട്ട് സൂപ്പർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ടാണ് ഗൈസ്. ഇതെല്ലാം തോത്തിയ ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.